ഇനി സഹോദരന്മാരെ, നാളെ പാർത്ഥിവ ലോകത്ത് മറ്റുള്ള സമുദായത്തിൽ നിന്ന് നമ്മെ തിരിച്ചറിയുവാനുള്ള അടയാളമാണ്. നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അദ്ദേഹം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൽ മഖ്ബറ അല്ലെങ്കിൽ മഖ്ബറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഖ്ബറയിൽ എത്തി. അതായത് ബഖീലെത്തി, മഖ്ബറയിലെത്തി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബറുകളെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥന, അവരുടെ സലാം പറച്ചിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, നിങ്ങളുടെ സമൂഹത്തിന്റെ വീട്ടിലുള്ളവരെ, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹ്, നിശ്ചയമായി ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ബിക്കും ലാഹിഖൂൻ, നിങ്ങളോടൊപ്പം വന്നു ചേരുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു. വദിത്തു അന്നാ ഖദ റഅയ്നാ ഇഖ്വാനന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, നമ്മളുടെ സഹോദരങ്ങളെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കാണണമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കൊരു ആഗ്രഹം ഉണ്ട് നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് കണ്ടുകിട്ടാൻ. അപ്പോ സഹാബാക്കൾ ചോദിക്കണം, ആ വലസ്ന ഇഖ്വാനുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കൂടെ സഹവസിച്ച എന്റെ സഹാബികളാണ്. രണ്ട് പദവികൾ, ഉഖുവത്തുണ്ട്, സഹോദരങ്ങളാണ്, അതോടൊപ്പം നിങ്ങളുടെ കൂടെ സഹവസിക്കുന്ന സഹാബത്താണ്, നിങ്ങളുടെ സഹാബത്താണ്. ഇഖ്വാനുന, എന്നെ കണ്ടിട്ടില്ലാത്ത, എന്റെ സ്വഹബത്ത് ലഭിച്ചിട്ടില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞ സഹോദരങ്ങളുണ്ടല്ലോ, ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചു പോയ, കൊതിച്ചു പോയ ആ സഹോദരങ്ങൾ, അല്ലദീന ലം യഅ്തു ബഅദു, അവർ ഇതുവരെ വന്നിട്ടില്ലാത്തവരാണ്. ഇവിടെ വന്നിട്ടില്ല അവർ, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എങ്ങനെ തിരിച്ചറിയും ഇതുവരെയും അങ്ങയുടെ ഉമ്മത്തിൽ നിന്നും വന്നിട്ടില്ലാത്ത ഒരു സമൂഹത്തെ, ആൾക്കാരെ, സഹോദരങ്ങളെ അങ്ങ് എങ്ങനെ തിരിച്ചറിയും? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടാണ്, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഉമ്മത്തിനെ മറ്റുള്ള ഉമ്മത്തുകളിൽ നിന്നും വേർതിരിച്ചറിയുവാൻ സാധിക്കുന്ന അടയാളം എന്താണ് എന്ന് നമ്മുടെ നേതാവുണ്ടല്ലോ, ആ നേതാവ് സഹാബത്തിന് പറഞ്ഞിട്ടാണ്, എന്താണ് അഭിപ്രായം, ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഖുർറുൻ മുഅജല, ഒരാൾക്ക് കുറച്ച് കുതിരകളുണ്ട്, ആ കുതിരകളുടെ നെറ്റി വെളുത്തിട്ടാണ്, അതുപോലെ കൈക്കാലുകൾ വെളുത്താണ്. ബൈന വഗ്റൈ ഖൈലിൻ ദുഹുമിൻ ബുഹുമിൻ, അങ്ങേയറ്റം കറുപ്പുള്ള കുതിരക്കൂട്ടങ്ങളിൽ അവ ഈ കുതിരക്കൂട്ടങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ അയാൾക്ക് അയാളുടെ കുതിരക്കൂട്ടങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുകയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂലെ, സാധിക്കുമല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എന്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ഫഇന്നഹും യഅ്തൂന ഖുർറൻ മുഹജ്ജലീന മിനൽ വുദൂഹ്, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ നാളെ പാരത്രിക ലോകത്ത് കൈ കാലുകൾ പ്രകാശിക്കുന്നവരായി, വെളുത്തവരായിട്ടാണ് അവർ വരിക. എന്തുകൊണ്ട്? മേൽ വുദൂഇ, വുദൂഇനാൽ, അവർ ഇഹലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ വുദൂ നിർവഹിച്ച ആ വുദൂ കാരണത്താൽ അവരുടെ കൈയും കാലും അതുപോലെ മുഖവും ഒക്കെ വെളുത്തവരായിട്ടാണ് നാളെ പരലോകത്ത് വരിക. അപ്പോൾ അവരെ എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. എന്നാൽ യാ അല്ലാഹ്, നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സമൂഹത്തെ തിരിച്ചറിയുവാനുള്ള ഒരു അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂഇനെ നമ്മൾക്ക് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നത്.